വികസന ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിരുന്നിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്നിന്റെ ടീം ഇപ്പോഴുള്ളത് യുഎഇ ദുബൈയിലാണ്. നമ്മുടെ വിരുന്നിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ അതിഥി എന്ന് പറയുന്നത് അൽബസറ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാൻ മിസ്റ്റർ സയ്യിദ് അലിക്കുട്ടി സാറാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാൻ വിരുന്നിലേക്ക്. സാർ നമസ്കാരം. താങ്ക് യു. നാട്ടിൽ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം 3 വർഷം അറബി കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് വീട്ടിലെ പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും എല്ലാം മനസ്സിലാക്കിയപ്പോൾ ഒരു ലാഞ്ച് കയറിയെങ്കിലും ദുബൈയിലോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അന്ന് ലാഞ്ചിക്ക് പോകാൻ വേണ്ടി കുറേ പരിശ്രമങ്ങൾ നടത്തി, അതൊന്നും വിജയിച്ചില്ല. അങ്ങനെ ഞങ്ങളടുത്ത ഒരു അകന്ന ബന്ധുവിൻ്റെ കെയർ ഓഫിൽ റാസിലേക്ക് വേണ്ടി ഒരു വിസ സംഘടിപ്പിക്കാൻ അന്ന് 2000 ഇന്ത്യൻ റുപ്പീസാണ് ആ വിസയ്ക്ക് വേണ്ടി കൊടുത്തത്. അങ്ങനെയാണ് 1974 മാർച്ച് 31 ദുബായ് സീ പോർട്ടിൽ MS അക്ബർ എന്ന കപ്പലിൽ 1600ഓളം യാത്രക്കാരിൽ ഒരാളായി ഞാനിവിടെ എത്തുന്നത്. എനിക്കന്ന് അതിന് മുമ്പ് കുറച്ച് കാലം ബോംബെയിൽ നടന്ന കാരണത്താൽ കുറേ ഹിന്ദി, മറാഠി അങ്ങനെ വേറെ ഭാഷകളൊക്കെ അറിയായിരുന്നു. അതുകൊണ്ട് അവർക്കെല്ലാം ഭക്ഷണം വാങ്ങിക്കൊടുക്കാനും അവർക്ക് കപ്പലിൽ വേണ്ട ഹെൽപ്പുകളും ചെയ്ത് അവരെ കൂടെ ഒരു വളരെ ചാടിക്കളിച്ചുള്ളൊരു ഉല്ലാസയാത്രയായിരുന്നു. അപ്പോൾ നേരെ ദുബായിൽ വൈകുന്നേരം 5 മണിക്ക് കപ്പലിറങ്ങിയിട്ട് രാത്രി 9 മണിയായപ്പോഴേക്ക് അബുദാബിയിലെത്തി. ഒരു അടുത്ത അയൽവാസിയുടെ റൂമിലെത്തി. പിന്നെ ഒരു 7 ദിവസം കഴിഞ്ഞപ്പോഴേക്കും 7 ദിവസം ആ കപ്പൽ ക്ഷീണം തീർക്കാൻ വേണ്ടി റൂമിലെല്ലാം പരിചയക്കാരെല്ലാം കാണാനെല്ലാം നടന്നു. 7 ദിവസം കഴിഞ്ഞപ്പോൾ ജോലി അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അന്ന് അൽ ഒത്മാൻ ട്രേഡിംഗ് കമ്പനി എന്ന കമ്പനിയിൽ ഇലക്ട്രീഷ്യൻ ഹെൽപ്പറായിട്ട് ജോലി കിട്ടുന്നത്. അന്നത്തെ ആദ്യത്തെ ശമ്പളം എന്ന് പറഞ്ഞാൽ 600 ദിർഹംസും ഓവർ ടൈമായിരുന്നു അന്നത്തെ ശമ്പളം. അങ്ങനെയാണ് അവിടുന്ന് 1 വർഷത്തോളം ആ കമ്പനിയിൽ ഹെൽപ്പറായി ജോലി ചെയ്തു. എൻ്റെ ബോസായിട്ട് അന്ന് ഉണ്ടായിരുന്ന ഒരു ഈജിപ്ഷ്യനായിരുന്നു, ഒരു പലസ്തീനായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിനൂടെ എനിക്ക് നന്നായി കുറേ അറബിയൊക്കെ പഠിച്ച കാരണത്തിൽ അറബി നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നതുകൊണ്ട് എനിക്ക് 1 വർഷം കൊണ്ട് എല്ലാ ജോലിയും പഠിക്കാൻ കഴിഞ്ഞു. പിന്നെ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് കമ്പനിയിൽ ഇലക്ട്രീഷ്യനായിട്ടും ഇലക്ട്രിക്കൽ ഫോർമാനായിട്ടും സൂപ്പർവൈസറായിട്ടും ഒരു 11 കൊല്ലം ആ കമ്പനിയിൽ തന്നെ ജോലി ചെയ്തു. കമ്പനിയുടെ ജോലിയുടെ ഭാഗമായിട്ട് അബുദാബിത്തെ ജോലി കഴിഞ്ഞ സമയത്ത് തന്നെ ബഹ്റൈനിലേക്കും ഖത്തറിലേക്കും ഇറാഖിലേക്കും ജോർഡാനിലേക്കും കൊണ്ടുപോയി. 3 വർഷത്തോളം 79 മുതൽ 82 വരെയുള്ള കാലഘട്ടത്തിൽ ജോർഡാനിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവിടുന്ന് റിസൈൻ ചെയ്ത് വന്നതിന് ശേഷമാണ് ഞാൻ 84 സ്വന്തമായിട്ട് അൽബസറ ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞ കമ്പനി ആദ്യം തുടങ്ങുന്നത്. അൽബസറ ഇലക്ട്രിക്കൽ വർക്ക്സ് എന്ന് പറഞ്ഞ കമ്പനി തുടങ്ങുന്നത്. ഇപ്പോൾ അൽബസറ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ഒരുപാട് കമ്പനികൾ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ സാർ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് കമ്പനികൾ. പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്ന ജോബുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ മേഖലകളിലാണ്, ഏതൊക്കെ ക്ലയന്റുകളാണ് നമുക്കുള്ളത്? ആദ്യമായി അൽബസറ തുടങ്ങിയ സമയത്ത് 2 പേരും വെച്ചുകൊണ്ട് എനിക്ക് അന്ന് തന്നെ ഒരു ജിം സിംസം എന്ന ആളെ ഒരു ഇംഗ്ലീഷുകാരൻ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കമ്പനിയായിരുന്നു ഡീക്കോ എമറസ് പറയുന്ന ഒരു കമ്പനി. അതിൻ്റെ ഒരു മെയിൻ ക്ലയൻ്റായിരുന്നു. എൻ്റെ ഒരു വിജയം ആ കമ്പനിയോടെയാണ് ഞാൻ തുടങ്ങിയത്. അന്ന് വെച്ച് ആ കമ്പനിക്ക് വേണ്ട എല്ലാ ജോലികളും ആളുകൾ ആവശ്യമാകുന്ന സമയത്ത് പുറത്തുനിന്ന് ആളുകൾ എടുത്തുകൊണ്ടും ആളുകളെ കൂട്ടിക്കൊണ്ടും ആ കമ്പനിയിൽ നിന്നാണ് ഞാൻ ജോലി എടുത്തുകൊണ്ട് മുന്നോട്ട് വന്നത്. പിന്നെ ഇപ്പോൾ ഒരുപാട് പിന്നെ 85 തുടങ്ങി 90 ആയപ്പോഴേക്ക് കുറേ ജോലികളിലായി, കുറേ പണിക്കാരിലായി. അപ്പോഴാണ് പർച്ചേസിങ്ങിൻ്റെ വിഷയം. എന്നും ലോക്കൽ മാർക്കറ്റിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങുന്നത്. സ്വന്തമായിട്ടൊരു ട്രേഡിങ് തുടങ്ങിയാൽ എന്താണെന്ന ചിന്ത അന്ന് ഉണ്ടായത്. അങ്ങനെയാണ് 91 അബുദാബിയിൽ മദീന എന്ന സ്ഥലത്ത് ഒരു ചെറിയ 17 സ്ക്വയർ മീറ്റർ സ്ഥലത്തൊരു ചെറിയ ഷോപ്പ്, ഒരു ഷട്ടർ മാത്രം എടുത്തിട്ട് ഒരു ചെറിയ അൽസമറ ഇലക്ട്രിക്കൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു കട തുടങ്ങി. എൻ്റെ അനിയനുണ്ടായിരുന്നു, അനിയനെ കൊണ്ടുവന്ന് ആ കടയിലാക്കി. അങ്ങനെയാണ് ട്രേഡിംഗ് ഡിവിഷനിലേക്ക് കിടക്കുന്നത്. അതിപ്പോൾ വലുതായി. അൽസമറയ്ക്ക് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഫുജറയിലും റാസൽ കൈമയിലും ഷാർജയിലും ബ്രാഞ്ചസ് ഉണ്ട്. കോൺട്രാക്റ്റിംഗ് കമ്പനിക്കൊന്നും തന്നെ അബുദാബിയിലും ദുബൈയിലും ഫുജറയിലായിട്ട് 100-150 ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു വലിയ സാമ്രാജ്യം അൽബസറ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഒരുപാട് വിങ്ങുകളുണ്ട്. ഇതൊക്കെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ് സാർ? നാട്ടിലുള്ളപ്പം യുഎഇയിൽ ആരെയാണ് നോക്കുന്നത് എന്ന് വിശദമാണ്.
നാട്ടിൽ ഞാൻ എല്ലാ ഡിവിഷനിലെ സീനിയർ ആളുകളെ, എനിക്ക് വിശ്വസിച്ച ആളുകളെ ഞാൻ ആക്കിയിട്ടുണ്ട്. കൂട്ടത്തിൽ എൻ്റെ 2 മക്കളുണ്ട്. മൂത്ത മകൻ ഇവിടെ MBA കഴിഞ്ഞു. അവൻ ബിസിനസ് ട്രേഡിംഗ് ഡിവിഷനെല്ലാം അവനാണ് നോക്കുന്നത്. പിന്നെ എൻ്റെ കുറേ സീനിയർ എഞ്ചിനീയേഴ്സ് ഉണ്ട്. മിസ്റ്റർ റഷീദിനെ പോലെ 17-18 കൊല്ലം എൻ്റെ ജോലി ചെയ്ത ആളുണ്ട്. അയാളാണ് ദുബായ് ബ്രാഞ്ചിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്, കോൺട്രാക്ട് ഡിവിഷൻ്റെ റഷീദ്. എൻ്റെ മകനുണ്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ബിടെക് കഴിഞ്ഞ് 2008 മുതൽ കമ്പനിയിലുണ്ട് ജോയിൻ ചെയ്യുന്നത്. അവനാണ് ഇപ്പോൾ ദുബായ് അബുദാബി ഏരിയൻ്റെ കംപ്ലീറ്റ് ഇലക്ട്രിക്കൽ വർക്കുകൾ നോക്കുന്നവരാണ്. അങ്ങനെ കുറേ എല്ലാ ഡിവിഷനിലേക്കും ഫ്യൂച്ചറെ നോക്കാൻ ആളെ എൻ്റെ വിശ്വസപ്പെട്ട ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. റാസലിമിൻ്റെ ആളുകളുണ്ട്. താങ്കളുടെ ലൈഫ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു റിട്ടയർമെന്റ് ലൈഫ് അത് കാണുന്നില്ല. ഇവിടെ ബിസിനസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നാട്ടിൽ വീണ്ടും വീണ്ടും പുതിയ പുതിയ ബിസിനസ്സുകൾ ചെയ്യുന്നു. ആ 40 വർഷങ്ങൾക്ക് മുമ്പ് വന്ന അതേ സൈതാലിക്കുട്ടി സാറിനാണ് ഇപ്പോഴും നമ്മൾ നാട്ടിലിപ്പോൾ തുടങ്ങിയത്. സെറാമിക് ഫീൽഡ്, സെറാമിക് ടൈൽസിൻ്റെ ഒരു ഹോൾസെയിൽ ഡിവിഷൻ തുടങ്ങി. കഴിഞ്ഞ നവംബറിലാണ് തുടങ്ങിയത്. അതിന്റെ പേരെന്താണ് സാർ? അസർവ സെറാമിക്സ്. ഞങ്ങൾ ഗുജറാത്തിലാണ് ഞങ്ങളെ ഫാക്ടറി. ഞങ്ങൾ ഓൺ ബ്രാൻഡ് നെയിമിൽ ഞങ്ങൾ കൊണ്ടുവന്ന് നാട്ടിൽ ഡിസ്ട്രിബ്യൂഷൻ, ഓൾ കേരള ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ടുണ്ട്. വാൾ ടൈലുകളും ഫ്ലോർ ടൈലുകളും. അത് കഴിഞ്ഞ നവംബറിൽ ഓപ്പൺ ആക്കി കുഴപ്പമില്ലാതെ നന്നായി പോകുന്നുണ്ട്. വിജയത്തിലേക്കാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ റീറ്റെയിൽ വിഭാഗം തുടങ്ങാൻ വേണ്ടി ബിൽഡിങ്ങിൻ്റെ, എൻ്റെ ഓൺ പ്രോപ്പർട്ടീസിൻ്റെ ബിൽഡിങ്ങിൻ്റെ പണി കഴിഞ്ഞു ഏകദേശം. അവിടെ അതിൻ്റെ റീറ്റെയിൽ ഫിറ്റ് ഔട്ടിന് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത ജനുവരി ഫെബ്രുവരി ആകുമ്പോഴേക്ക് ആ റീറ്റെയിൽ വിങ്ങും ഒരു ഹൈ എൻഡായിട്ടുള്ള ഹൈ ക്വാളിറ്റി സാധനം ഇമ്പോർട്ടഡ് മെറ്റീരിയൽസിലായിട്ട് തുടങ്ങണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി പരിശ്രമിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ സ്റ്റീൽ ഫാബ്രിക്കേഷൻ, സ്റ്റീലിൻ്റെ ഈ സ്ട്രക്ചർ സ്റ്റീലുകളുടെ ഒരു ഹോൾസെയിൽ ഡിവിഷൻ കേരളത്തിൽ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളെ ഭാഗത്തൊന്നും ഇല്ല അങ്ങനെ. ഞങ്ങളുടെ നാട്ടിലെല്ലാവരും പോയി വാങ്ങുന്നത് എറണാകുളം ഭാഗത്തുനിന്നാണ് കൊണ്ടുവരുന്നത്. അവർക്ക് എറണാകുളം പ്രൈസിന് തന്നെ ഞങ്ങളുടെ നാട്ടിലും കൊടുക്കാൻ വേണ്ടിയൊരു സംരംഭം ഞങ്ങൾ തുടങ്ങുന്നുണ്ട്. ഞങ്ങൾ കാൺപൂരിലൊരു കമ്പനി ടൈപ്പായിട്ട് ഞങ്ങൾ നാട്ടിൽ അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എല്ലാ പണിയും കഴിഞ്ഞ് കിടക്കുന്നുണ്ട്. ഉദ്ഘാടകനെ കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ അടുത്ത മാസം 4-നോ 18-നോ ഒക്കെ ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഉള്ളത്. പിന്നെ നാട്ടിലിപ്പോൾ തുടങ്ങിയത് ബേബി വിറ്റ എന്ന് പറയുന്നൊരു പഴയ കമ്പനി ഉണ്ടായി. പഴയ കമ്പനിയാണ്, 90 തുടങ്ങിയ പഴയ കമ്പനിയാണ്. അതിൻ്റെ ഒരു മേജർ ഷെയർ ഞാൻ വാങ്ങി. അതിപ്പോൾ എൻ്റെ സ്ഥലത്ത് അതിൻ്റെ ഫാക്ടറി, പുതിയ ഫാക്ടറി വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 3 മാസത്തിനുള്ള പുതിയ മിഷനറി കൊണ്ട് പുതിയ ഫാക്ടറി ഓപ്പൺ ആക്കാൻ പറ്റുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ചെയർമാനായിട്ടാണ് ഇപ്പോൾ അതിൻ്റെ മേജർ ഷെയർ ഞാൻ വാങ്ങി. അതിൻ്റെ ചെയർമാനും കൂടിയാണ് ഇപ്പോൾ ഞാൻ. അപ്പോൾ എല്ലാം വീടിൻ്റെ ഒരു 2 കിലോമീറ്റർ ചുറ്റുള്ള ആയതുകൊണ്ട് ഡെയിലി എല്ലാ സ്ഥലത്തും നോക്കാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ താങ്കളുടെ ഈ ജോലിക്കാർക്കും താങ്കളുടെ കസ്റ്റമേഴ്സിനും ഒന്നും അറിയാത്ത ഒരു മേഖലയുണ്ട്. താങ്കൾക്ക് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഒരുപാട് സജീവമായ പങ്കാളിത്തമുള്ള വ്യക്തിയുണ്ടായിരുന്നു. ഈ ഒരു മേഖലയിലേക്ക് എങ്ങനെയാണ് ഇറങ്ങിയത്? അതിലുണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാണ്? നമ്മൾ മതപരമായിട്ടും എല്ലാ കാര്യത്തിലും ഒരു പാവങ്ങളെ സഹായിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, സ്ഥാപനങ്ങളെ സഹായിക്കുക എന്നുള്ളൊരു ആവശ്യ ഘടകമാണെന്ന് മനസ്സിലാക്കി ഈ പണ്ഡിതന്മാരും മറ്റവരെ പറ്റി വിവരിക്കുന്ന സമയത്ത് അവരെ കൂടെ കൂടി അവർ കൂടെ പലതും ചെയ്യാറുണ്ട്. അൽബസ്ര ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ഏതൊക്കെ ഡിവിഷൻ ഉണ്ട്, എന്തൊക്കെ കമ്പനികളുണ്ട് എന്ന് വിശദമാക്കാം. അങ്ങനെ ചോദിച്ചാൽ അൽബസ്ര ഗ്രൂപ്പിൽ ആദ്യം തുടങ്ങിയ കമ്പനി അൽബസ്ര എന്ന പേരിലാണ്. അതിനുശേഷം പിന്നെ അൽസമറ ഇലക്ട്രിക്കൽ ട്രേഡിംഗ് തുടങ്ങി. അതിനുശേഷം അൽസമറ അതിൻ്റെ മറ്റൊരു ബ്രാഞ്ച് ഫുജറി തുടങ്ങി. പിന്നെ ഫുജറിയിൽ അൽസമറ മെറൈൻ ഡിവിഷൻ, മെറൈൻ എക്യുപ്മെൻറ്റ്സിന് മാത്രം ഹോൾസെയിലായിട്ട് ചെയ്യുന്നൊരു ഡിവിഷൻ ഫുജറി തുടങ്ങി. പിന്നെ ലൈറ്റ് ഫിറ്റിംഗ് വേണമെന്ന് പറഞ്ഞപ്പോൾ ലൈറ്റ് ഫിറ്റിങ്ങിൻ്റെ ഫീൽഡിലേക്ക് ടുഡേ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം ദുബായിലുണ്ടായിരുന്നു, ഓൺലി ലൈറ്റ് ഫിറ്റിങ്സ്. പിന്നെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഫയർ ആൻഡ് സേഫ്റ്റിയിൽ സേഫ് മാക്സ് ഫയർ ആൻഡ് സേഫ്റ്റി എന്നൊന്നുണ്ട്. പിന്നെ ടെക്നിക്കൽ സർവീസസിൽ നോർവേ ടെക്നിക്കൽ എന്നൊന്നുണ്ട്. ഇനി മറന്നുപോയ കമ്പനികളുണ്ട്. പിന്നെ അതുപോലെ സൂപ്പർ മാർക്കറ്റ് ഫീൽഡിലേക്കൊന്ന് ഇറങ്ങിയതിനിടയ്ക്ക്
മെഗാൽ മദീന എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് അബുദാബിയിലുണ്ട്. ഒരു 10-20 ആളുകൾ ജോലി ചെയ്യുന്ന ചെറിയൊരു സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ്. മെഗാ പവർ ഇലക്ട്രിക്കലുണ്ട്. മെഗാ പവർ ഇലക്ട്രിക്കൽ ഉണ്ടാകുന്ന ബ്രാഞ്ച് ഉണ്ട്. അബുദാബിയിൽ ഓഫീസുണ്ട്, ദുബായിൽ ഓഫീസുണ്ട്, റാസൽ കേമയിലുണ്ട്. പിന്നെ ബെസ്റ്റ് പവർ എന്നൊരു ഗ്രൂപ്പ് അബുദാബിയിലുണ്ട്. ബെസ്റ്റ് പവർ ഇലക്ട്രിക്കൽ അത് അനിയനാണ് മാനേജ് ചെയ്യുന്നത്, ചെറിയ അനിയനാണ് മാനേജ് ചെയ്യുന്നത്. അങ്ങനെ 8-10 ഗ്രൂപ്പുകളുണ്ട്. പിന്നെ ചെറിയ ചെറുതെല്ലാം ഉണ്ട്. താങ്കളുടെ കുടുംബവിശേഷത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ വീട്ടിൽ ആരൊക്കെയാണുള്ളത്, താങ്കളോടൊപ്പം ആരൊക്കെയാണുള്ളത്, വിദേശത്ത് ആരൊക്കെയുണ്ട്, ഒന്ന് വിശദമാക്കാം. എനിക്ക് 2 അനിയന്മാരും 5 പെങ്ങന്മാരുണ്ട്. അനിയന്മാർ 2 പേരും എൻ്റെ കൂടെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ 2003 മുതൽ 2003 ഞാൻ എല്ലാവരും സെപ്പറേറ്റ് ആക്കി, എല്ലാവർക്കും ഓരോ ബിസിനസ് സെപ്പറേറ്റ് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്ത് അവർ നന്നായി ചെയ്യുന്നുണ്ട് ഇപ്പോൾ. പിന്നെ 5 പെങ്ങന്മാരുള്ളത്. 5 പെങ്ങന്മാരിൽ എല്ലാവരും ജീവിച്ചിരിപ്പുണ്ട്. 2 അളിയന്മാർ മരിച്ചുപോയി. ബാക്കിയുള്ള അളിയന്മാരെല്ലാം ഞാൻ തന്നെയാണ് ഇവിടെ കൊണ്ടുവന്ന് ബിസിനസ്സിൽ ആക്കി കൊടുത്ത് എല്ലാവരും നന്നായി ബിസിനസ് ചെയ്യുന്നുണ്ട്. പെങ്ങന്മാരുടെ മക്കളൊക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അവരിലിപ്പോൾ ഒരു പെങ്ങളെ മക്കളൊക്കെ നല്ല ബിസിനസ്സുകാരാണ്. എല്ലാവരും എൻ്റെ അടുത്ത് തന്നെ തുടങ്ങിയത്, പഠിച്ചതെല്ലാം എൻ്റെ അടുത്ത് തന്നെയാണ്. എല്ലാവരും ഇപ്പോൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ മക്കൾ, എനിക്ക് 4 മക്കളാണ്. മൂത്ത മകൻ MBA കഴിഞ്ഞ് ഇവിടെ എൻ്റെ ട്രേഡിംഗ് ട്യൂഷനിലൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. രണ്ടാമത്തെ ആൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, BTech ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. അവൻ്റെ അബുദാബി ഡിവിഷൻ ഇപ്പോൾ അവനാണ് നോക്കുന്നത്. പിന്നെ 2 പെൺമക്കളാണ്. പെൺമക്കളിൽ മൂത്ത ആൾ കല്യാണം കഴിഞ്ഞു. അവൾ BTech അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ കഴിഞ്ഞു. ഇപ്പോൾ കോളേജ് കഴിഞ്ഞ് ഇവിടെ അവരുടെ ഹസ്ബൻഡ് ഇവിടെ തന്നെ ഉള്ളത്, ദുബായിൽ തന്നെ ഉള്ളത്. GCSയിൽ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ 2 ആഴ്ചയായിട്ട് എക്സാം കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇളയ മകൾ ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്നുണ്ട്. 3rd ഇയറാണ്. കുറ്റിപ്പുറം MS കോളേജ് പഠിക്കുന്നുണ്ട്. അവളെയും എൻഗേജ്മെൻറ്റും നിക്കാഹും കഴിഞ്ഞു. അവൻ ഒരു സിവിൽ എഞ്ചിനീയറാണ്. നാട്ടിൽ ഞാൻ ജോലി ചെയ്യുന്നത്. ഇങ്ങോട്ട് വരാൻ വേണ്ടി വിസ ശരിയായിട്ടുണ്ട്. എൻ്റെ ഡിവിഷനിലേക്ക് തന്നെ വരാൻ വേണ്ടി അടുത്ത ആഴ്ച 1 ലീവ് കഴിഞ്ഞാൽ അങ്ങോട്ട് എത്തും ആൾ. അത്രയേ ഉള്ളൂ കുടുംബം. പിന്നെ താമസിക്കുന്നത് വളാഞ്ചേരിക്കടുത്ത് കഞ്ഞിപ്പുര എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. ഹൈവേ റോഡിൽ തന്നെയാണ് വീട്. വളാഞ്ചേരി എല്ലാവരും അറിയും, അന്വേഷിച്ചാൽ അറിയുന്നൊരു വീട് തന്നെയാണ്. ശരി, സന്തോഷമായി പോകുന്നു. സന്തോഷമായി പോകുന്നു. പുതിയ യുവാക്കൾക്ക്, ബിസിനസ്സിലേക്ക് വരുന്ന യുവാക്കൾക്ക് താങ്കൾ കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം എന്തായിരിക്കും? ബിസിനസ്സിലേക്ക് വരുമ്പോൾ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ള, ബിസിനസ് വിജയിക്കണമെങ്കിൽ ആരും പറ്റിക്കരുത്, ആത്മാർത്ഥമായിട്ട് ചെയ്യുക. പിന്നെ ബാങ്കുകളിൽ നിന്നും മറ്റെല്ലാം കണ്ടമാനം കൊള്ളപ്പലിശക്ക് ബിസിനസ് തുടങ്ങിയാൽ അത് വിജയിക്കാൻ കുറച്ച് പണിയായിരിക്കും. ഞാൻ ബിസിനസ് തുടങ്ങിയതെല്ലാം സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ടാകുമ്പോൾ അത് ബാങ്കിനെ മറ്റാരും ഇതുവരെ ഞാൻ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. ബാങ്കിൽ ലോൺ എടുക്കുമ്പോൾ നാട്ടിൽ തുടങ്ങിയത്, ഇവിടെ തുടങ്ങിയതെല്ലാം ബാങ്കിൽ നിന്ന് എടുക്കുക, അല്ലെങ്കിൽ വട്ടിപ്പലിശ കാശ് അങ്ങനെ ബിസിനസ് തുടങ്ങിയാൽ വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഇവിടുത്തെ മാർക്കറ്റിൽ UAE മാർക്കറ്റാണെങ്കിലും നാട്ടിലെ മാർക്കറ്റാണെങ്കിലും പ്രോഫിറ്റ് വളരെ കുറവാണ്. കോമ്പറ്റീഷൻ കൂടുതലാണ്, പ്രോഫിറ്റ് കൂടുതലാണ്. അപ്പം കിട്ടുന്ന പ്രോഫിറ്റ് കുറവാണ്. അപ്പം കിട്ടുന്ന പ്രോഫിറ്റ് പലിശ ഇനത്തിലോ അല്ലെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവനക്ക് എന്താണ്ടാവും, ആളുകളെ പറ്റിച്ച് പോകുമല്ല, പിന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാണാൻ ആളുകൾ ബിസിനസ് കൂട്ടി മുങ്ങി എന്നെല്ലാം പറയുന്നത്. അല്ലെങ്കിൽ അവർ പണിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയില്ല. മാർക്കറ്റിൽ വളരെ കുറഞ്ഞ റേറ്റിന് ജോബ് എടുക്കും. പുറത്ത് ക്യാഷ് കടന്ന് സാധനം വാങ്ങും, കുറഞ്ഞ പൈസക്ക് വിറ്റും ആ കാശ് കുറഞ്ഞ വിലക്ക് അത് വിൽക്കും, ആ ക്യാഷ് കൊണ്ട് മുങ്ങും. അങ്ങനെ ഒരു ലക്ഷ്യമാണ് ഇപ്പം ഇവിടെ ബിസിനസ് നേരം കാണുന്നത് ഞാൻ. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ പലരും ബിസിനസ് തുടങ്ങിയിട്ട് അത് ഫ്ലോപ്പായി പോകുന്നത്. താങ്കളുടെ ജീവിതം പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഏതൊരു വർക്കും ഹാർഡ് വർക്ക് ചെയ്യുക, കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവുക, ഡെഡിക്കേഷൻ ഉണ്ടാവുക. ഇത് തന്നെയാണ് ഒരു വിജയത്തിലെത്തുന്നതിൻ്റെ ഒരു സൂത്രവാക്യമെന്നാണ് താങ്കളുടെ ജീവിതം പഠിപ്പിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായും തീർച്ചയായും. അപ്പോൾ ഇത്രയും സമയം താങ്കൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷേ ഒരു കമ്പനി ഇത്ര വലുതാണെങ്കിലും, ഇപ്പം അൽബസ്ര ഗ്രൂപ്പ് വളരെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു വലിയ ഗ്രൂപ്പാണ്. അതിൻ്റെ പിന്നിൽ ഒരുപാട് ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇത്ര വലിയൊരു കമ്പനിയുടെ ചെയർമാനായിട്ടും താങ്കളുടെ വാക്കുകളിലും താങ്കളുടെ സിംപ്ലിസിറ്റിയിലും ഒരു വലിയ വളർച്ച ഞാൻ കാണുന്നില്ല. അത് ഞാൻ മുമ്പേ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ്. ആളുകളിൽ പോസ്റ്റ് ചെയ്യുക, ആളുകളിൽ പ്രചാരം ഉണ്ടാവുക, അതുകൊണ്ട് എന്തെങ്കിലും മുതലെടുപ്പ് ഉണ്ടാവുക എന്നുള്ള ആഗ്രഹം എനിക്കില്ല. ഞാൻ ഇവിടുന്ന് വന്ന് അത് മറക്കാൻ പാടില്ല എന്ന ഉദ്ദേശക്കാരനാണ് ഞാൻ. ഇവിടുന്നാണോ
അങ്ങനെയാണ് കഷ്ടപ്പെട്ട് വന്നതാണ്. ആ കഷ്ടപ്പാട് അറിയണം എന്നുള്ളൊരു ചിന്താധികാരനാണ് ഞാൻ. അതുകൊണ്ട് കുറേ ആളുകളുടെ ഇടയിൽ പോസ്റ്റ് ഉണ്ടാക്കി കുറേ ഉണ്ടെന്ന് ആളുകളെ കാണിക്കാനുള്ള ആഗ്രഹം എനിക്കില്ല. സാർ എന്തായാലും ഇത്രയും സമയം ഞങ്ങളുടെ വിരുന്നിൻ്റെ പ്രേക്ഷകരോട് ആധികാരികമായ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. പ്രത്യേക അൽബസ്ര ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു വലിയ സംരംഭത്തിൻ്റെ കുറേ വിശേഷങ്ങൾ, അത് ഇത്തരം വലിപ്പത്തിലെത്തിയതിൻ്റെ പിന്നിലെ ത്യാഗപൂർവമായ ജീവിതത്തിൻ്റെ കഥ എല്ലാം ചേർത്തപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡ് വളരെ ധന്യമായിരിക്കുകയാണ്. തീർച്ചയായും താങ്കളുടെ ബിസിനസ് ജീവിതത്തിൽ കൂടുതൽ ഉയർച്ചകളുണ്ടാകട്ടെ. അതോടൊപ്പം തന്നെ ഇപ്പോൾ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംരംഭങ്ങൾ, ഇപ്പം ബേബി വിറ്റയുടെ പുതിയ യൂണിറ്റുകളായാലും ഇപ്പോൾ ടൈൽസിൻ്റെ വലിയ ഫാക്ടറികളായാലും അതെല്ലാം തന്നെ വൻ വിജയത്തിലെത്തട്ടെ എന്ന് ഞങ്ങളുടെ ടീം ആശംസിക്കുന്നു. ഇത്രയും സമയം താങ്കളുടെ വിലപ്പെട്ട സമയം ഞങ്ങളോട് ചെലവഴിച്ചതിൽ ഞങ്ങളുടെ ഹൃദയംഗമായി നന്ദി. താങ്ക് യു വെരി മച്ച്.